നോമിനേഷൻ കൊടുക്കാതിരുന്നതും പ്രചരണം തുടങ്ങാതിരുന്നതും ഭാഗ്യമായി. അല്ലെങ്കിൽ പാർട്ടിക്ക് വലിയ നാണക്കേടായേനെ. ഇപ്പൊ വലിയ പരിക്കില്ല. ആ പോസ്റ്റ് അടിച്ച് തുടങ്ങിയില്ലെങ്കിൽ അത് വേണ്ടാന്ന് വിളിച്ചു പറഞ്ഞേക്ക്. ഏതോ ഒരു പെണ്ണ് എന്തോ വിളിച്ചു പറഞ്ഞോന്ന് വെച്ച് സ്ഥാനാർത്ഥിയെ മാറ്റേണ്ട കാര്യമുണ്ടോ പ്രസിഡന്റ്? അത് പുറത്തു വന്നതോടെ സ്ഥാനാർത്ഥിയുടെ ഇമേജ് അല്ലേ സുശീല തകർന്നു പോയത്. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അതേ പോസ്റ്റ് ഓൺലൈനിൽ വന്നാൽ ഏതെങ്കിലും ഒരു വോട്ടർ സുശീലയ്ക്ക് വോട്ട് കുത്തുവോ? എന്നെ ചിലര് മനഃപൂർവ്വം ചതിച്ചതാ പ്രസിഡന്റ്. എനിക്ക് പകരം വേറൊരുത്തിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള പണിയാ ഇത്. ഇത് ഞാനും പ്രസിഡന്റിനോട് സൂചിപ്പിച്ചു ചേച്ചി. വാസന്തിയുടെ കാര്യമല്ലേ ചേച്ചി ഉദ്ദേശിച്ചത്? ഓ ആ അത് തന്നെ. എല്ലാവരും ഒരേ കുടുംബക്കാരാണല്ലോ. രാഷ്ട്രീയത്തിൽ ഇതൊക്കെ പതിവാ സുശീലേ. പുതികാല് വെട്ടുന്നവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാ. അതിൽ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. സ്ഥാനാർത്ഥിയാകാൻ പറ്റിയില്ലെങ്കിലും സുശീല പാർട്ടിയുടെ കൂടെ തന്നെ നിൽക്കണം. ആ പാർട്ടിയോട് എനിക്കെന്നും ബഹുമാനം തന്നെയാ പ്രസിഡന്റ്. പാർട്ടിയല്ലല്ലോ എന്നെ ചതിച്ചത്. അങ്ങനെയാണെങ്കിൽ സുശീലയ്ക്ക് പകരം ഒരു സ്ഥാനാർത്ഥിയെ സുശീല തന്നെ പാർട്ടിക്ക് തരണം. ഞാനോ? ഞാൻ എവിടുന്ന് എടുത്തു തരാനാ പ്രസിഡന്റ്? എന്റെ മോളെ അവളുടെ ഭർത്താവ് ഇതിനൊന്നും പറഞ്ഞു വിടില്ല. മരുമകളുണ്ടല്ലോ, അനുപമ. പാർട്ടി ആദ്യം കണ്ടെത്തിയ സ്ഥാനാർത്ഥിയ അനുപമ. ജില്ലാ കമ്മിറ്റി വീണ്ടും അതിലേക്ക് വന്നിരിക്കുക. സുശീലയ്ക്ക് പകരം സുശീലയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി വന്നാൽ അത് സുശീലയ്ക്ക് അഭിമാനമല്ലേ? അനുപമ ഒരിക്കലും അത് വേണ്ടെന്ന് വെച്ചതല്ലേ പ്രസിഡന്റെ? ഇനി ഇവളിതിന് തയ്യാറാവൂന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രസിഡന്റ് തന്നെ ചോദിച്ചു നോക്ക്. എന്താ ഇന്ദ്ര, ഇത്തവണ അനുപമയൊന്നും മത്സരിപ്പിച്ചുകൂടെ? അത് ഞാൻ എന്ത് പറയാനാണ് സാർ? അനുവദിക്കില്ലെന്ന് തീരുമാനിച്ചതല്ലേ സാർ? ആദ്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ തയ്യാറായ അത് പല തെറ്റിദ്ധാരണകൾക്കും ഇടയാക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് സാറിന് നിർബന്ധിക്കരുത്. സാർ പ്രവർത്തകരിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കണം. കുറച്ചു ദിവസം പ്രചരണത്തിനൊക്കെ ഞാനും വരാം. ശരി, ഒരാളെ നിർബന്ധിപ്പിച്ച് ചെയ്യേണ്ട കാര്യമല്ലല്ലോ ഇത്. എന്തായാലും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാന്ന് അനുപമ പറഞ്ഞല്ലോ. നന്ദി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വാ സുകുമാരി. ഞങ്ങളൊക്കെ എന്തിനാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുന്നേ? ഇത്രയും നാളും പാർട്ടിയിൽ പ്രവർത്തിച്ചതിന് കിട്ടിയതൊക്കെ മതി. ഞങ്ങളെയൊക്കെ തഴഞ്ഞ് ഒരു യോഗ്യതയില്ലാത്ത ഒരു സ്ത്രീയെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചില്ലേ? അത് പിന്നെ പാർട്ടിയുടെ അന്തിമ തീരുമാനം ഒരിക്കലും പാളി പോകത്തില്ല വാസന്തി. സുശീലയെ ഞങ്ങൾ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് വെട്ടി അതവരെ അറിയിക്കുകയും ചെയ്തു. ആണോ? ശരിക്കും? എങ്കിൽ പാർട്ടി ധാർമ്മികമായി ചിന്തിക്കാൻ തുടങ്ങിയെന്നേ ഞാൻ പറയൂ. പുതിയ സ്ഥാനാർത്ഥിയെ ഇന്ന് തന്നെ തീരുമാനിക്കണം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം എടുത്തു വരിക. ജില്ലാ കമ്മിറ്റിയിൽ വാസന്തിയുടെ പേര് ഒന്നുകൂടി പറയാന്നാ ഞാൻ വിചാരിച്ചത്. അപ്പോഴല്ലേ വാസന്തി പ്രവർത്തനമൊക്കെ നിർത്തിയെന്ന് പറയുന്നത്. അയ്യോ പ്രസിഡന്റ്, ഞാൻ വെറുതെ ഒരു പരിഭവം പറഞ്ഞതാ. പാർട്ടി എന്റെ ജീവവായുവല്ലേ. എനിക്കതിൽ നിന്ന് അങ്ങനെ അങ്ങ് വിട്ടുപോകാൻ പറ്റുമോ? എന്നിട്ട് 2-3 ദിവസമായിട്ട് നിന്നെയും ധരണ ഇങ്ങോട്ട് കാണാനേ ഇല്ലല്ലോ. പാർട്ടി പ്രവർത്തകര് മൊത്തം നിങ്ങളെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. അത് പിന്നെ ധനേട്ടൻ ഇവിടെ പനിച്ചു വിറച്ചു കിടക്കുക. അങ്ങേരെ തനിച്ചാക്കി എനിക്ക് വരാൻ പറ്റാത്തോണ്ടല്ലേ. ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഞാൻ ഇപ്പൊ തന്നെ ഓഫീസിലേക്ക് വരാം. അയ്യോ ഇപ്പൊ വേണ്ട, ജില്ലാ കമ്മിറ്റിയുടെ മീറ്റിങ്ങിന് പോവുക. ഉച്ച കഴിഞ്ഞ് വാസന്തി ഒന്ന് ഇറങ്ങ്.
വാർഡ് തല കമ്മിറ്റി കൂടി ഇന്ന് തന്നെ സ്ഥാനാർത്ഥി നിർണയം നടത്തണം. ഓ ശരി ശരി, ഇന്ന് തന്നെ ഞാൻ വന്നോളാം. വിളിച്ചറിയിച്ചതിന് വലിയ നന്ദി. ആ ശരി ശരി, എന്നാ പാർട്ടി ഓഫീസിൽ വെച്ച് കാണാം. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അയ്യോ എന്റെ അമ്മേ. അണികളും ഇപ്പൊ ഇരയിട്ട് കൊടുത്താലേ കൊത്തൂന്ന് വെച്ചാ എന്താ ചെയ്യുക? ഓരോരുത്തകള് സ്ഥാനാർത്ഥിയാവാൻ നടക്കുന്നു. പ്രസിഡന്റ് നോക്കിയേ, പുതിയതായി ചേർത്ത വോട്ടേഴ്സിൽ ആദ്യം സ്ഥാനാർത്ഥി നിർണയം നടക്കട്ടോ, എന്നിട്ട് പോരെ ഇതൊക്കെ. മതി മതി. അച്ഛാ, അവസാനം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ സംഭവിച്ചു. പ്രസിഡന്റാ വിളിച്ചത്. മിക്കവാറും എന്നെ ഇന്ന് പാർട്ടി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കൂടി മോളെ. അപ്പോ സുശീലാന്റിയെ പാർട്ടി തഴഞ്ഞോ? പിന്നെ ഇത്രയും വലിയ പേരുദോഷം ഉണ്ടാക്കിയ സ്ത്രീയെ പാർട്ടി വെച്ച് പൊറപ്പിക്കോ ദയേ? അവരെ വീട്ടിൽ ചെന്ന് കാര്യം അറിയിച്ചു എന്നാ പ്രസിഡന്റ് പറഞ്ഞേ. അപ്പോ ന്യായത്തിന്റെ കൂടെ ആളുണ്ട്. നീ വലിയൊരു കാര്യമല്ലേ ചെയ്തത്. നിന്നെ അംഗീകരിക്കാത്തവര് ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം. അപ്പൊ ദയെ കൊണ്ടത് ചെയ്യിപ്പിച്ചത് നീ തന്നെയാണെന്ന് സമ്മതിച്ചല്ലോ അല്ലേ? അല്ല, സുശീല വന്നപ്പോ ദയ ഭർത്താവിനെ പോലും അനുസരിക്കാത്തവളാണെന്ന് നീ പറയുന്നത് ഞാൻ മുറിയിലിരുന്ന് കേട്ടല്ലോ. അത് പിന്നെ ദയ ഈ കാര്യത്തില് ശബരിയെ പോലും അനുസരിച്ചില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നോട് ദയെ തിരുത്താൻ സുശീലാമ്മ പറഞ്ഞ എനിക്കതല്ലേ പറയാൻ പറ്റൂ ദയേ. അല്ലെങ്കിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്യൂ. അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് എന്തിലും ചെന്ന് ചാടുന്ന ആളല്ല ദയ. എന്തായാലും വാസന്തി ചേച്ചിയെ സ്ഥാനാർത്ഥിയാവാൻ സഹായിച്ച സ്ഥിതിക്ക് ചേച്ചിയെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും കൂടി സഹായിക്കുകയെ. നീ വിചാരിച്ച അതൊക്കെ നടക്കും? അതെ അതെ അതെ, നീ വാസന്തിയോടൊപ്പം ചേർന്ന് രാഷ്ട്രീയം പഠിച്ചാ നാളെ നിനക്ക് ഇവളേക്കാൾ കൂടുതൽ ശോഭിക്കാൻ പറ്റും. പതുക്കെ ചേച്ചിക്ക് കഴിക്കാൻ എടുക്കട്ടെ. നീ എടുത്തു വെച്ചോ. ഞാൻ ഈ സന്തോഷ വാർത്ത ധനേട്ടനെ ഒന്ന് അറിയിക്കട്ടെ. ഇപ്പൊ വരാട്ടാ.